നമ്മുടെ ബൈനാൻസ് ആപ്പിലേക്ക് വന്ന് ക്രിപ്റ്റോ നമുക്ക് എങ്ങനെ ഇന്ത്യൻ റുപ്പിയാക്കി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ട്രോണിക്സ് ആപ്പിൽ നിന്ന് നമ്മുടെ ഫോണിലേക്ക് അയച്ച കുറച്ച് ക്രിപ്റ്റോസ് ലൈക്ക് കുറച്ച് TRX അതേപോലെ തന്നെ ഷിബ് കോയിൻ നമ്മുടെ അടുത്ത് കിടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഷിബ ഇനും ഉണ്ട്, അതേപോലെ തന്നെ TRX ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് രണ്ടും ചെയ്യുന്ന പ്രൊസീജിയർ സെയിം തന്നെയാണ്. നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ സെല് ചെയ്യേണ്ട കോയിൻ ഉണ്ട്. ആ കോയിൻ ആക്ച്വലി സെർച്ച് ചെയ്യാം. നമുക്കിപ്പോൾ ഷിബ ഇനുമാണ് സെല് ചെയ്യേണ്ടത്. സെല് ചെയ്യേണ്ട ഷിബ ഇനുമാണ്. അപ്പോൾ നമ്മൾ ആ ഷിബ ഇനു ടോക്കൺ സെർച്ച് ചെയ്ത് കിട്ടും. കിട്ടിയ ശേഷം നമുക്കിവിടെ സെല്ല് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി രണ്ട് തരത്തിലാണ് നമുക്ക് സെല് ചെയ്യാൻ പറ്റുക. ഒന്ന് സ്പോട്ടിൽ സെല് ചെയ്യാൻ പറ്റും, ഒന്ന് നമുക്ക് കൺവേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിലും സെല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പോട്ടിൽ സെല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൻ്റെ തൊട്ട് തന്നെ മാർക്കറ്റ്, സ്റ്റോപ്പ് ലിമിറ്റ്, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലിമിറ്റ്, OC ഓർഡർ, ആൽഗോ ഓർഡർ, ഇങ്ങനത്തെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു പ്രൈസ് ടൈപ്പ് ചെയ്യും. ആ ഒരു പ്രൈസ് എത്തുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഒരു $25 വർത്ത് ഷിബായിനുമാണ് എനിക്ക് സെല് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പ്രൈസ് എത്തുന്ന സമയത്ത് ഞാനിവിടെ സെൽ ഷിബിന് കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഞാനിപ്പോൾ ഒരു 9 കൊടുത്തു. എന്നിട്ട് സെൽ ഷിബ് എന്ന് പറഞ്ഞ ഓർഡർ ഇട്ടു. ഓർഡർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കിടക്കും ഓർഡർ. ആ ഒരു പ്രൈസ് ഈ ഒരു പ്രൈസിലേക്ക് എത്തുന്നവരെ ആ ഒരു ഓർഡർ അവിടെ കിടക്കും. നമുക്ക് ക്യാൻസലോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കീപ്പ് ചെയ്യുക, എന്തായാലും ചെയ്യാം. ഇതാണ് നമ്മുടെ ലിമിറ്റ് ഓർഡർ. ഇനിയുള്ള ഓർഡറാണ് നമുക്ക് മാർക്കറ്റ് ഓർഡർ. ഈ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺവേർട്ട് ഓപ്ഷൻ പോലെയാണ്. ഇപ്പം മാർക്കറ്റിൽ എന്ത് വിലയാണോ, എനിക്ക് എത്ര US ഡോളറാണ് ഇവിടെ വേണ്ടതെന്നാണ് പറയുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ $25 വേണ്ടതെങ്കിൽ ഇവിടെ സെൽ ഷിപ്പ് എന്ന് കൊടുത്ത് അടുത്ത സെക്കൻഡ് മാർക്കറ്റിൽ എന്താണോ വില ആ വിലയ്ക്ക് എനിക്ക് സാധനം കിട്ടും. ഇനി ഇതേപോലെ തന്നെ വൺ ക്യാൻസൽ അതർ ഓർഡർ എന്ന് പറഞ്ഞിട്ട് OC ഓർഡർ ഉണ്ട്, ടെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉണ്ട്, സ്റ്റോപ്പ് ലോസ്, ലൈക്ക് ഇങ്ങനത്തെ കുറേ ഓർഡേഴ്സ് ഉണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ഓർഡറിൻ്റെ ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്താൽ മതി. ഓരോന്നിനെ പറ്റിയിട്ട് എക്സാക്റ്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ ഇവിടെ തന്നിട്ടുണ്ടാവും. ഇനി ഇവിടെ കൺവേർട്ട് ഉണ്ട്. കൺവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഓർഡറിന് സിമിലർ ആയിട്ടുള്ളതാണ്. ഞാൻ ഷിബ് ഇവിടെ കൊടുത്തു. എനിക്കിപ്പോൾ ഇവിടെ വേണ്ടത് USDT ആണ്. അപ്പോൾ USDTക്ക് വരെ എനിക്ക് വേറെ വല്ല കോയിനിക്കും കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആൾസോ നമുക്ക് കൺവേർട്ട് ഓപ്ഷൻ നടക്കും. ഇപ്പോൾ എനിക്ക് TRX ഉള്ളത് എനിക്ക് TRX ഷിബിക്ക് മാറ്റാം, അല്ലെങ്കിൽ ഷിബാണുള്ളത് എനിക്ക് നേരെ TRXക്ക് മാറ്റാം. ഇതെങ്ങനെ മാറ്റണം? ഇപ്പോൾ ഷിബാണുള്ളത് എനിക്ക് നേരെ ബിറ്റ് കോയിനിക്ക് മാറ്റണം. ലൈക്ക് ഏത് കോയിനിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺവേർട്ട് ഓപ്ഷനോട്ട് സിംഗിൾ കൺവേർട്ട് ഓപ്ഷനോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്കിപ്പോൾ എത്ര ഷിബ വേണ്ട, എനിക്ക് അല്ലാതെ എത്ര US ഡോളർ വേണ്ട, എനിക്ക് $25 വേണ്ട. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ്ലി ഒരു കാണിക്കും. പ്രിവ്യൂ കൺവേർഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും, എത്ര എമൗണ്ട് ആണ് ഷിബിൻ്റെ അടുത്ത് പോവുക, അതിന് എത്രയാണ് കിട്ടുക, ഈ എൻ്റെ ഡാറ്റ ആണ്. ഇത്തരത്തിൽ നമുക്ക് ഏത് തരത്തിലാണ് നമ്മുടെ കയ്യിൽ ഷിബ് സെല് ചെയ്യാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ ആയിട്ട് മാർക്കറ്റിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു $25 സെല് ചെയ്യാണ്. സെല്ല് കൊടുത്തു കഴിഞ്ഞു, സ്പോട്ടിൽ തന്നെ അത് സെല്ലായി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ വാലറ്റിൽ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ US ഡോളർ കിടക്കുന്നുണ്ടാവും 24.97. ലൈക്ക് ചെറിയൊരു എമൗണ്ട് നമ്മൾ ആക്ച്വലി കൺവേർട്ട് ചെയ്യുന്ന സമയം നമ്മുടെ കയ്യിൽ നിന്ന് ഫീസായിട്ട് പോകും. ചെറിയൊരു ഫീസേ പോവുള്ളൂ, സ്മോൾ എമൗണ്ട് ആണ്. ഇതിനുശേഷം നമ്മുടെ USDT നമ്മുടെ സ്പോട്ട് വാലറ്റിലാണ് കിടക്കുക. ഈ സ്പോട്ട് വാലറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫണ്ടിങ് വാലറ്റിലേക്ക് മാറ്റാം. അതിനായിട്ട് ഇവിടെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ട്രാൻസ്ഫർ പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് സ്പോട്ട് വാലറ്റിൽ നിന്ന് ഫണ്ടിങ് വാലറ്റ് ഏത് വാലറ്റാണ് വേണ്ടതുണ്ടാവും, അത് ഫണ്ടിങ് വാലറ്റ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം ഏത് അസറ്റാണ് നമ്മൾ സെൻഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ USDT ആണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ USDT എടുക്കുക. എന്നിട്ട് USDT മാക്സ് കൊടുക്കുക. മാക്സിലേക്ക് അത് നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ മാക്സിമം അവിടെ ഈ ഒരു എമൗണ്ട് മാത്രമല്ലേ ഉള്ളൂ. അതിനുശേഷം ഞാൻ കൺഫേം ട്രാൻസ്ഫർ എന്ന് കൊടുക്കും. ട്രാൻസ്ഫർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫണ്ടിങ് വാലറ്റിലേക്ക് ആ USDT വന്നിട്ടുണ്ടാവും. ഇനി ഇവിടെ നിന്നിട്ടാണ് നമ്മളിത് സെല്ല് ചെയ്യുക. എനിക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ബൈനാൻസ് P2P, ബൈനാൻസ് പേ, ഗിഫ്റ്റ് കാർഡ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ഇത് ഈ ബൈനാൻസ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ബൈനാൻസിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഗൂഗിൾ പേ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിപ്റ്റോ അസറ്റ്സ് മൊത്തം ഒരു ഫീസ് പോലും ഇല്ലാതെ വിത്തിൻ എ സെക്കൻഡ് നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ബൈനാൻസ് പേ. നേരെ സെൻഡും റിസീവും കൊടുത്തിട്ട്. പക്ഷേ കറന്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ബൈനാൻസ് P2P എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ P2P ആയിട്ടുള്ള ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിലുള്ള ക്രിപ്റ്റോ അസറ്റിനെ നമ്മൾ ഇന്ത്യൻ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ P2P പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ നമ്മുടെ ക്രിപ്റ്റോ സെല്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നേരെ നമ്മളിവിടെ സെല്ല് കൊടുക്കുക. സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓരോ പ്രൈസിനും ഓരോ ആൾക്കാർ സെല്ല് ചെയ്യാൻ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ടാവും. ആ ഫിൽറ്റർ ഓപ്ഷൻ നമ്മൾ പ്രസ് ചെയ്യാം. നമുക്കിവിടെ കുറേ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ അതിൽ എമൗണ്ട് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഓൾമോസ്റ്റ് $25 ആയി. ഓൾമോസ്റ്റ് 2000 റുപ്പീസിന് അടുത്താണ് വരിക. അപ്പോൾ ഞാനിവിടെ ഓൾമോസ്റ്റ് 2000 ടൈപ്പ് ചെയ്തു. 2000 ടൈപ്പ് ചെയ്ത ശേഷം ബാക്കി ഇവിടെ എനിക്ക് ഏതൊക്കെയാണ്, ഞാൻ ഇപ്പോൾ UPI ഉണ്ട്, നമുക്ക് ബാങ്കിൻ്റെ ഉണ്ട്, പല സിസ്റ്റംസ് കിടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഓൾ കൊടുത്തു. അതിനുശേഷം കൺഫേം കൊടുത്തു. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിൽ എനിക്ക് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. ഡിജിറ്റൽ റുപ്പി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കിടക്കുന്നത്. അപ്പോൾ തന്നെ ആദ്യം ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ബൈനാൻസ് P2P ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവാനുള്ള ചാൻസ് കിടക്കുന്നുണ്ട്.
ഫ്രീസ് ആവുള്ള ചാൻസ് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് കാരണമല്ല, കുറേ അധികം ഫ്രോഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ബൈനാൻസ് P2P വഴി ലീൻ മാർക്കറ്റ് മണി, അതേപോലെ തന്നെ ഗെയിമിംഗ് ഫണ്ട്, ഫ്രോഡ് ഫണ്ട്, ഈ പറഞ്ഞ പലതരം ഫണ്ടുകൾ നമുക്ക് അയച്ചു തരും. അപ്പോൾ അതിന് നമുക്കൊരു 100% രക്ഷ കിട്ടുന്ന പോലെയാണ് സത്യം പറഞ്ഞാൽ ഡിജിറ്റൽ ഇ-റുപ്പി. 100% ഒരു ലൈക്ക് ആ ഒരു തരത്തിലാണ് ഡിജിറ്റൽ ഇ-റുപ്പി വഴി നടത്തുന്ന ട്രാൻസാക്ഷൻ. നമുക്ക് ലീൻ മാർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്രീസോ കാര്യങ്ങളോ ഒന്നും തരില്ല. പക്ഷേ ടാക്സിന് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും വരും. അതേസമയം നമുക്ക് ഫ്രീസ് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ചെക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഓരോ സെല്ലേഴ്സ് ഉണ്ടാവും. ആ സെല്ലേഴ്സിന് ആദ്യം തന്നെ വെരിഫൈഡ് ആയിട്ടുള്ള ഒരു സെല്ലറിനെ മാത്രം സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനിവിടെ എക്സാമ്പിളായിട്ട് സെല് ചെയ്യാൻ പോകുന്നത് ഈ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ഒരു വ്യക്തിക്ക് സെല് ചെയ്യാം. സെല് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഡയമണ്ട് പോലെ. അതിൽ വ്യക്തിയെ കാണാൻ പറ്റും ഇത് വെരിഫൈഡ് മെർച്ചന്റ്, ബ്ലോക്ക് മെർച്ചന്റ് പറഞ്ഞാൽ 25 ലക്ഷത്തിന് മുകളിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അതേപോലെ കുറേ അധികം ഫെസിലിറ്റീസ്, ഇതൊക്കെ ലൈക്ക് അവരുടെ അക്കൗണ്ട് ജെനുവിനിറ്റി കൊടുക്കുന്ന. ഇപ്പം ഞാൻ ഈ ഒരാളുടെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് അയാളുടെ ഫീഡ്ബാക്സ് എനിക്ക് കാണാൻ പറ്റും. അയാളുടെ ഫീഡ്ബാക്സ്, അയാളെ പറ്റി ഓരോ ആൾക്കാർ പറഞ്ഞുള്ള റീസൺസും കാര്യങ്ങളും, ഇത്തരത്തിൽ നമുക്ക് അയാളെ പറ്റി മൊത്തം നോക്കിയിട്ട് നമുക്ക് വെരിഫൈ ആവുന്ന തരത്തിലുള്ള ഒരാൾക്ക് വേണ്ടി മാത്രം നമ്മൾ സെല്ല് ചെയ്യുക. കാരണം മറ്റൊരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരാം. ഈ വരുന്ന ക്യാഷിൽ വേറെ വല്ല ഫ്രോഡ് ഇഷ്യൂസിൽ വല്ലതിനും പെട്ടിടക്കുന്ന മണിയാണ് നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഫ്രീസ് വരാത്ത രീതിയിൽ സൂക്ഷിച്ച് മാത്രം നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നമ്മുടെ ഈ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഒരു ട്രേഡർ വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ട്രേഡർ വർമ്മയ്ക്ക് ഞാൻ എടുത്തിട്ട് ആക്ച്വലി സെല്ല് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സെല്ലിനുള്ള ഓപ്ഷൻ കൊടുത്ത സമയത്ത് എനിക്ക് താഴെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫാസ്റ്റ് ട്രാൻസാക്ഷൻ. അതേപോലെ തന്നെ ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് 7640 റിവ്യൂസ് ഉണ്ട് ഇദ്ദേഹത്തിനെ പറ്റിയിട്ട്. ഫാസ്റ്റ് ട്രാൻസാക്ഷൻ, ട്രസ്റ്റ് വർത്തി, ഇത്തരത്തിലൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് പോസിറ്റീവാണ്, നെഗറ്റീവും ഉണ്ട്. 467 നെഗറ്റീവ് ഉണ്ട്. സ്ലോ ട്രാൻസാക്ഷൻ എന്നും പറഞ്ഞിട്ടും, സസ്പീഷ്യസ്ലി സ്കാം, ഇംപൊളൈറ്റ് ആണ്, സ്ലോ ട്രാൻസാക്ഷൻ. ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മൊത്തം നോക്കുക. ഇത് വെരിഫൈഡ് മെർച്ചൻ്റ് ആണ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ എനിക്കിവിടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇയാളെ സെലക്ട് ചെയ്തിട്ട് ഇയാൾക്ക് സെല്ല് ചെയ്യാൻ പോവാണ് എൻ്റെ അടുത്തുള്ള USDT. അപ്പോൾ പലതരം മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ UPI യൂസ് ചെയ്യണം. എന്നിട്ട് ഇവിടെ സെലക്ട് കൊടുത്തു. 24.97 ഓൾമോസ്റ്റ് ഇന്ത്യൻ റുപ്പിയിൽ ഒരു ദിവസത്തിൽ 2233 രൂപയാണ്. 24.97 പക്ഷേ ഞാൻ സെൽ USDT പ്രസ് ചെയ്യാം. സെൽ USDT പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർഫേസ് ഇത്തരത്തിലാവും. നമുക്കിവിടെ ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. സെൻഡ് QR കോഡ്, ലൈക്ക് നമുക്ക് അയാളോട് ചാറ്റ് ചെയ്യാം എന്തൊക്കെയാണ് വേണ്ടത് കാര്യങ്ങളൊക്കെ. ഇനി ഞാനിവിടെ ചാറ്റ് ചെയ്ത ശേഷം ഈ പേയ്മെന്റ് ഡൺ ആകുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കാണിച്ചാൽ പേയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോഴാണ് വന്ന് ഗൂഗിൾ പേയിൽ. അതേപോലെ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് P2P ഓർഡർ കൺഫർമേഷൻ വന്നു. അപ്പോൾ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കയറി പേയ്മെൻറ്റ് വെരിഫൈ ചെയ്യുക. അതിനുശേഷം ബൈനാൻസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ വാലറ്റ് സെക്ഷനിൽ പോവുക. അവിടെ P2P ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ അടിയിലൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുകളിലൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനുശേഷം പ്ലീസ് റിലീസ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്ലീസ് റിലീസ് എന്ന് പറയുന്ന സമയത്ത് പേയ്മെൻറ്റ് റിസീവ് ചെയ്ത് നമ്മുടെ പേയ്മെൻറ്റ് വെരിഫൈ ചെയ്താണല്ലോ. അപ്പോൾ നമുക്ക് ചാറ്റ് ഓപ്ഷൻ എടുത്ത് പേയ്മെൻറ്റ് റിസീവ്ഡ് എന്നുള്ളത് കൊടുക്കുക. അല്ലാതെ ഫസ്റ്റ് സ്ക്രീൻ കണ്ട പേയ്മെൻറ്റ് റിസീവ്ഡ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആയെന്നുള്ളത് നമ്മൾ പറയുകയും അതിനുശേഷം കുറച്ച് കൺഫർമേഷൻസ് കൊടുക്കാനുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മെയിൽ ID ഒരു കോഡ് വരും. ആ കോഡ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യുക. നമ്മുടെ P2P ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. ഇതിനുശേഷം നമുക്ക് നമ്മുടെ ഫണ്ടിങ് വാലറ്റിലേക്ക് തിരിച്ചു വന്നിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്താൽ കാണാൻ പറ്റും നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന USDT ആക്ച്വലി ഇപ്പോൾ പോയിട്ടുണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഫണ്ട് വരികയും ചെയ്തു. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടാണ് നമ്മൾ P2P ചെയ്യാം. ഇനി ഇത്ര സിമ്പിൾ എന്ന് ഇതിന് പറയാൻ പറ്റില്ല. കാരണം വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എനിക്കൊരു വാർണിംഗ് ആയിട്ട് തരാം. നമ്മൾ P2P ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും നമുക്ക് ഫേക്ക് പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അയച്ചു തരും, പേയ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് നമ്മുടെ ബാങ്കിങ് ആപ്പിൽ തന്നെ കയറി പേയ്മെന്റ് വന്നത് വെരിഫൈ ചെയ്യുക. ഇനി അയക്കുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ഇവരോട് ചാറ്റ് ചെയ്യുമല്ലോ. അതായത് ഇപ്പോൾ അയാൾ ഫസ്റ്റ് എൻ്റെ സെൻഡ് QR കോഡ് എന്ന് പറഞ്ഞല്ലോ. QR കോഡ് കൊടുത്ത ശേഷം നമ്മൾ അയാളുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ്, പാൻ കാർഡ് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ KYC വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമ്മുടെ അങ്ങോട്ടും ഡീറ്റെയിൽസ് ഒക്കെ കൺവേർട്ട് ചെയ്യും. കാരണം എങ്ങാനും ഭാവിയിൽ ഈ നടത്തിയ ട്രാൻസാക്ഷൻ്റെ പുറത്ത് വല്ല ഫേക്ക് മണിയോ ഫ്രോഡ് ഫണ്ട് എന്തെങ്കിലും വന്ന ശേഷം നമ്മളെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആദ്യം തന്നെ ഒരു പരിരക്ഷ നേടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇത് ആക്ച്വലി ചെയ്യുന്നത്. അതേപോലെ ഡാറ്റയും ഡീറ്റെയിൽസും എല്ലാം കൈമാറ്റം വരുത്തി പേയ്മെന്റ് വന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമ്മൾ USDT റിലീസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ നമുക്ക് ഇതിൽ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പീൽ പ്രസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു വട്ടം എൻ്റെ തന്നെ ക്യാഷ് ഞാൻ അയച്ചു കൊടുത്തു, പക്ഷേ അവരെനിക്ക് USDT റിലീസ് ചെയ്തില്ല. USDT റിലീസ് ചെയ്ത് വന്ന സമയത്ത് ഞാൻ അപ്പീലിൽ പോയി ഞാൻ അയച്ച സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു വേറെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിൽ ചെയ്യുന്ന റെക്കോർഡ് വേണം പറഞ്ഞു. ആ റെക്കോർഡ് എടുത്ത് കസ്റ്റമർ സർവീസിന് അയച്ചു കൊടുത്തു. പിന്നെ കസ്റ്റമർ സർവീസിന് ഓൾമോസ്റ്റ് 2 to 3 hours ചാറ്റ് ചെയ്തു. അവർ ആ ക്യാഷ് ഇനി ഫ്രീസും കാര്യങ്ങളൊന്നും വരാൻ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഡിജിറ്റൽ ഇ-റുപ്പി വെച്ചിട്ടുള്ള മെത്തേഡ്. ഡിജിറ്റൽ ഇ-റുപ്പി എന്ന് പറഞ്ഞാൽ ഓരോ ബാങ്കിനും അവരുടേതായ ഡിജിറ്റൽ ഇ-റുപ്പീസും അതിൻ്റെ ആപ്പുകളും ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഫ്രോഡിൻ്റെ പേടിയും അതേപോലെ ഗെയിമിംഗ് ഫണ്ടിൻ്റെ പേടി, അതുപോലെ അക്കൗണ്ട് ഫ്രീസ്, ഈ ഇഷ്യൂസിനെ പറ്റി ഒന്നും തന്നെ പേടിക്കേണ്ട കാര്യമില്ല.
പാടില്ല. ബേസിക്കലി ഇത്തരത്തിലാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ക്രിപ്റ്റോ കറൻസി ഇന്ത്യൻ റുപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് P2P വഴി. ഇനി ഇത് അല്ലാതെ ഇപ്പോൾ ഈ ബൈനാൻസ് ഓൺ എക്സ്ചേഞ്ച് P2P സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് വാസറക്സിക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് വാസറക്സിന് നേരിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പി ആക്കിയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോൾ ചെയ്യാൻ സാധിക്കും. വാസറക്സ് പോലത്തെ എക്സ്ചേഞ്ച് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ USDT/INR എന്ന് പറഞ്ഞൊരു പേരുണ്ടാവും. ആ USDT/INR പെയർ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള USDT നേരെ നിങ്ങൾക്ക് INR എക്സ്ചേഞ്ച് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നേരെ നമുക്ക് ഇതിൽ തന്നെ വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇതിൽ തന്നെ നമുക്ക് വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് ആ വിഡ്രോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നേരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ വാസറക്സ് പോലത്തെ എക്സ്ചേഞ്ചുകളിൽ ആക്ച്വലി ഉണ്ട്. ബേസിക്കലി നമ്മൾ P2P എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിപ്റ്റോ കോയിൻ എങ്ങനെ നമുക്ക് സെല്ല് ചെയ്യണം, ആ സെല്ല് ചെയ്ത് നമ്മുടെ ഏത് വാലറ്റിലേക്ക് മാറ്റണം, അതിനുശേഷം നമുക്ക് എങ്ങനെ P2P ഓപ്ഷൻ സെലക്ട് ചെയ്യാം, പക്ഷേ എങ്ങനെ ബയറിനെ അല്ലെങ്കിൽ സെല്ലറിനെ കണ്ടുപിടിക്കുക, സേഫ് ആയ പ്രാക്ടീസിലൂടെ നമുക്ക് ആ ട്രാൻസാക്ഷനെ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ ക്രിപ്റ്റോ കോയിൻ ഇന്ത്യൻ റുപ്പിയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. അതാണ് P2P നമ്മൾ ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല ബാങ്ക് അക്കൗണ്ട് വഴി ചെയ്ത് കാണിച്ചു. അത് ആക്ച്വലി ഭയങ്കര ബേസിക് ആണ്. നിങ്ങൾക്ക് ഇനി അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി കമന്റ് ചെയ്താൽ മതി. നമ്മൾ പുതിയൊരു വീഡിയോ അതിനുവേണ്ടി ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. നമ്മൾ അതിന് ബേസ് ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് എല്ലാവിധ ഡൗട്ടുകളും ക്ലിയർ ചെയ്തതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാപ്പി ട്രേഡിംഗ്.